ഓ, ഇതൊരു വലിയ അത്ഭുതമാണ്. ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നബും സാനിയ എന്ന പിതാവിന് 120 ഇയേഴ്സ് 120 വയസ്സ് ഇപ്പോളായിരിക്കുന്നു. 120 വയസ്സിൽ ജീവിച്ചിരിക്കുന്ന നബും സാനിയ അവറുകൾ ഒരു മാതൃകയാണ്. ഈ പൂജ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ചിക്കൻ്റെ ലിവർ അല്ലെന്നുണ്ടെങ്കിൽ ഈ പന്നിയുടെ കരൾ, ആ കരൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം ഈ രോഗം മാറാൻ ഏത് മൃഗത്തെ പൂജ ചെയ്യണമെന്ന്, സാക്രിഫൈസ് ചെയ്യണമെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, പൂജാരിക്ക് മനസ്സിലാവും. ആ മുളവീടുകളുടെ അകത്തു മുഴുവൻ ഇങ്ങനെ മിഥുൻ്റെ തലകളായിരുന്നു. ആ തലകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു വീട്ടിലാണ് ഈ പൂജാരി പാർത്തിരുന്നത്. ഈ പിതാവിനെ സ്നാനപ്പെടുത്തുവാനുള്ള ഒരു വലിയ പദവി കർത്താവ് എനിക്ക് നൽകി തന്നു. അതൊരു വലിയ അത്ഭുതകരമാകുന്ന ഒരവസരമായിരുന്നു. അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദീർഘായുസിൻ്റെ രഹസ്യങ്ങൾ പലതാണ്. അതിലൊരു രഹസ്യം ഇപ്പോൾ ഈ പിതാവ് പറയുന്നത് തൻ്റെ ജീവിതത്തിലുള്ള ഒരു തത്വമായിരുന്നു, മറ്റുള്ളവർക്ക് വേദന വരുത്തുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, ദുഃഖം വരുത്തുന്ന, മറ്റുള്ളവർക്ക് കേടുവരുത്തുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നത് തൻ്റെ ജീവിതത്തിൽ അബു പാലിച്ചിരുന്നു എന്നാണ് അബുവിൽ നിന്ന് ഇപ്പോൾ കേൾക്കുവാൻ കഴിയും. അബു പറയുന്നത്, യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചതോടുകൂടെ ഞങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഒരുപാട് പുരോഗതിക്ക് കാരണമായി തീർന്നത് അവരുടെ ജീവിതത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എന്നതാണ് എന്ന് അടിവരയിട്ട് അബു ഉറപ്പിച്ച് പറയുകയാണ്. Del donya bunyi terap samhajang hararono tere iya tere korito atma nge buluge dongpo punyo hage to jisu no bunuri ge nyip kano sakay del baka. ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ 25 വർഷമായിട്ട് വലിയ ആത്മീക ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2000 ആണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട ഉണർവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2000 ആണ്ടിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട സന്ദർഭത്തിൽ ദൈവം ഉപയോഗിച്ച ഒരു അഭിഷക്തനാണ് നബും ഗുംദെ. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ഇന്നും അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ആ നബും ഗുംദയുടെ പിതാവ് നബും സാനിയ അവറുകളോടുകൂടെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഈ പിതാവും ഈ ഉണർവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ചില പിൽക്കാല ചരിത്രങ്ങളുമുണ്ട്. ഈ പിതാവ് ഒരു സമയത്ത് 1970കളിൽ ഇവിടെ സഭയ്ക്ക് പീഡനമുണ്ടായ സന്ദർഭത്തിൽ ആ സമയത്ത് ഒരു പീഡകനായിരുന്നു, ഒരു പെർസിക്യൂട്ടറായിരുന്നു. അങ്ങനെ ഏതാണ്ട് 3-4 ചർച്ചുകൾ സഗാളി ഏരിയയിൽ കത്തിക്കുവാൻ വേണ്ടി പീഡകന്മാരോടുകൂടെ നിന്ന ഒരു വ്യക്തിയാണ് നബും സാനിയ അവറുകൾ. ഇപ്പോൾ നല്ല പ്രായമായിട്ടുണ്ട്, നല്ല വാർദ്ധക്യത്തിലാണ്. വില്ലേജിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നതാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് നിർജുലി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിർജുലിയിൽ നബും ഗുംദെ സാറിൻ്റെ ഭവനത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഈ പിതാവ് താമസിക്കുന്നത് ഏകദേശം 100 കിലോമീറ്റർ ദൂരെയുള്ള, 100 കാണില്ല, ഒരു 80 കിലോമീറ്റർ ദൂരെയുള്ള ഊപ്പർഗായി എന്ന് പറയുന്ന സ്ഥലത്താണ് നബും സാനിയ അവറുകൾ ഒരു വില്ലേജിൽ, അകത്തൊരു വില്ലേജിൽ ഇതേപോലെയുള്ളൊരു മുളവീട്ടിലാണ് നബും സാനിയ അവറുകൾ താമസിക്കുന്നത്. ഈ ബഹുമാനീയ പിതാവ് അവരുടെ സമൂഹത്തിൽ, അവരുടെ ഗോത്രത്തിൻ്റെ ഉള്ളിൽ ഒരു പുരോഹിതനായിരുന്നു, ഒരു പൂജാരിയായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പൂജകളിലൂടെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് വലിയ പൂജകൾ നടത്തിയ വ്യക്തിയാണ്. മിഥുന് ഒക്കെ പൂജ ചെയ്ത് ആ മിഥുൻ്റെ തല കൊണ്ട് വീട് നിറഞ്ഞിരുന്ന ഒരു സമയമുണ്ട്. അതിനിടയിലാണ് ശരീരത്തിലൊരു രോഗം വരികയും അത്ഭുതകരമായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി. അങ്ങനെ അന്നു മുതൽ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുകയാണ്. ഇപ്പോൾ നല്ല വാർദ്ധക്യത്തിലായിരിക്കുന്നു. 7 വിവാഹം കഴിച്ചു എന്നാണ് എനിക്ക് അറിയുവാൻ കഴിയുന്നത്. ഇവിടെ അങ്ങനെ ആ സമയത്ത് പോളിഗമി ഉണ്ടായിരുന്നു. അന്നത് അവരുടെ സമൂഹം അംഗീകരിച്ചിരുന്നൊരു കാര്യമായിരുന്നു. കാരണം സാധാരണഗതിയിൽ സ്ത്രീകൾ 1-2 പ്രസവം കഴിയുമ്പോൾ പ്രസവത്തിൽ മരിച്ചു പോകുമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുഖാന്തരമാണ് ആവർത്തിച്ച് വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെ 6-7 വിവാഹത്തിലൂടെ 30-40 കുട്ടികൾ ഉള്ള ഒരു വ്യക്തിയാണ്. പണ്ടുകാലത്തെ ഒരു ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ, പഴയകാല ചരിത്രങ്ങൾ എടുക്കുമ്പോൾ അതേപോലെയുള്ള മനുഷ്യർ ധാരാളം ഉണ്ടായിരുന്നു. പോളിഗമി മനുഷ്യരുടെ ഇടയിൽ മുൻകാലങ്ങളിൽ 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നമേ സാധാരണമായിരുന്നല്ലോ. അത് മുഖാന്തരമായിട്ട് കുട്ടികൾ ധാരാളം ഉണ്ടാകുമായിരുന്നു.
എന്നാൽ ഇന്നും ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ വരുന്ന ആ സമയത്തും ഇന്നും ചിലരൊക്കെ ഒന്നിലധികം വിവാഹം കഴിക്കാറുണ്ട്. എന്നാൽ ആ സമൂഹത്തിൽ ഇപ്പോൾ അത് അധികം സാധാരണമല്ല. ഈ പിതാവിൻ്റെ സമയത്ത് സാമൂഹികമായിട്ട് തന്നെ അതിന് അംഗീകാരമുണ്ടായിരുന്നു. ഒന്നിലധികം വിവാഹം കഴിക്കണം. പുരുഷന്മാരുടെ എണ്ണം കുറവായിരുന്നു. ഞാൻ പറഞ്ഞ സാഹചര്യമുണ്ടല്ലോ, ഭാര്യമാർ പ്രസവത്തിൽ മരിച്ചു പോകുന്ന സാഹചര്യം. കാരണം പ്രസവം എടുക്കുന്നത് ഗ്രാമത്തിലാണല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുഖാന്തരമായിട്ട് അന്ന് ഒന്നിലധികം വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് സാധാരണമായിരുന്നു. അങ്ങനെ 40-ലധികം കുട്ടികൾ അല്ലെങ്കിൽ 30-ലധികം കുട്ടികൾ ഉള്ള ഒരു പിതാവാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത് അരുണാചൽ പ്രദേശിൽ. പണ്ട് കാലത്ത് ഞങ്ങളെയൊക്കെ ആരംഭത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, പിള്ളേർ എത്ര ഉണ്ടെന്ന് ചോദിക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ 2 പറയും. 2 പറയുമ്പോൾ ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, 2 പിള്ളേരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അവിശ്വസനീയമാണ്. എങ്ങനെ ഒരു വ്യക്തിക്ക് 2 പിള്ളേരിൽ ഒതുങ്ങുവാൻ കഴിയും? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 30-ലധികം കുട്ടികളല്ലേ. അങ്ങനെയുള്ള രസാവഹമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാളാണ്, ട്രൈബൽ വാളാണ് കയ്യിലിരിക്കുന്നത്. ഒരു സമയത്ത് നല്ല ആരോഗ്യത്തോടുകൂടെ, ഇപ്പോഴും ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാൽ പഴയതുപോലെ അല്ല. ഞങ്ങൾ കാണുന്ന സമയത്തൊക്കെ തനിയെ കാട്ടിൽ പോകുകയും മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവരികയും കൃഷികാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു നബും സാനിയ അവറുകൾ. So you can ask Nabum Sania father his past life as a pujari. What was his experiences as a pujari? Abo micha alo ke na ge so Kristen rin nam na e ul ui pa do ge ho ka ni ho micha bare ngam bing tam আমার তো আর এক কথা না জানে রে সেইটো কৈ দিব আপোনাৰ কথাটো আমাৰ লগত বুজাব লাগে আৰু হেইবি এতিয়া কোৱাটো আগতে আগতে আমাৰ nyugpa dundaipa nyubrine rikune ui papa hoguri pa samching kuma ui parikun ebdo de rikun ui parikun sebe pak iri ke min shopping pak adu huja uyang patu ra nya bunga sita kuwa sita ebri rikun samching kuma osam ogu dijun ye mampa kuma isram ka chingma okulu niamam bitune nisang niam bitune abutani doine chachang nyodo am bitu to kur saja kuname pori ne nisang kwa garming chane pori ne alo pitinyo ko nogaling dalo o hip pilai bai bile hip pilai ni hoka palai kulu buja ni ngoder mori kramana dermori manang kama rin jukungte alo ni tuki shabu achitolani alo ge o dermori bue tuki shabu achikata ai bai hari ni o ngute dupti tuki shabu dupti ai te ata bue ori kuning sanggulo sita pepak elbe sirpak o kanam joalai kul biwa kuna ruwa rada ani hinari dukul biringa be nga kunya nga gerjang mana ma nyebunga gerjang pamuang kamamori every kunyi or birung bok nga ko uyari musukudun ruwa masudun ngo arpachong koi gudole ngo uy bistan otobala ale birinyam ngutan si bitam to ka to upar ka to jonyo namang so bitam rin yoke ngo ke po yang mong pakla so yang mong ri kunyi nyejang nyobo uy biku oda adara bi nak ri kunyi tolo ni yak sije ke pun bek pun ma pun puta bogai te penamo te pun mo do to ngo si to bi je soreng tak tenapak ayo oi kuma ke po tak takul abri ri kunyi nguta awa po tama elbi ngabo na go na micha gosi do ba ngo gorim nyo okay praise lord ye abu jo ऐसे बोल रहा था അബു ഇങ്ങനെ പറയുകയാണ്, क्रिश्चियन जब प्रभु को जब नहीं जानने से पहले
യേശുവിനെ അറിയുന്നതിന് മുന്നമേ बहुत ये सेक्रीफाइस किया, मिथुन सेक्रीफाइस किया, बहुत एनिमल सेक्रीफाइस बहुत किया था. ഒരുപാട് മൃഗങ്ങളെ ബലി കഴിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അരുണാചലിലുള്ള മിഥുൻ എന്ന് പറയുന്ന ഒരു മൃഗത്തെ ബലി കഴിക്കുകയുണ്ടായി. जब जीसस को नहीं जानते समय में हम उसका परिवार में बच्चों में पूरा बहुत बीमार होता था, लेकिन जब सेक्रीफाइस करने से ही अच्छा होता है, उसके बाद थोड़ा ही सेक्रीफाइस के बाद फिर से थोड़ा ही समय के बाद फिर से प्रॉब्लम आ जाता था. യേശുവിനെ അറിയുന്നതിന് മുമ്പ് വീട്ടിലെല്ലാവർക്കും രോഗമായിരുന്നു. മാറി മാറി രോഗങ്ങൾ വരുമായിരുന്നു. ആ രോഗം മാറുവാൻ വേണ്ടി മൃഗബലി കഴിക്കുമായിരുന്നു. മൃഗബലി കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ടൊരു ശമനമുണ്ടാകും, എന്നാൽ പിന്നെയും രോഗങ്ങളാകും. इसलिए ये पहले कभी जीसस का नाम को पहले कभी भी नहीं सुना है. उसके बाद जब ये जब भी कुछ भी बीमार होता है, कुछ भी प्रॉब्लम्स आता है, हम लोग पूजा करता है, लोकल पूजा करके ही सेक्रीफाइस करके उसके बाद थोड़ा ही समय के लिए रिलीफ होता है. फिर भी एक वो ऐसे करने का बावजूद भी उसका ये पूरा बच्चा लोग मरता था. उसके बाद वाइफ लोग पूरा मरता था. उसके बाद ये होने के बाद ये जब एक समय आया कि एक वो हमारा एक नाबम तुकी हमारा फॉर्मर CMA अरुणाचल का, जब वो बीमार था, बीमार में वो किसी को कहीं एक प्रोग्राम में ले गया है, वहाँ में ईश्वर ने उनको छुआ है. യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ വീട്ടിൽ പിന്നെയും രോഗങ്ങൾ വരികയായിരുന്നു. ഭാര്യമാർ മരിച്ചു, ഒരു ഭാര്യ മരിച്ചു, അടുത്ത ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു. മൃഗബലി കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ടൊരു ആശ്വാസം ലഭിക്കും, എന്നാൽ പിന്നെയും പ്രതിസന്ധികളായിരുന്നു. ഇതുപോലെ രോഗങ്ങൾ വന്ന ആളുകൾ മരിക്കുകയായിരുന്നു. കിത്തന ഷാദി കിയ? 6 6 വിവാഹമാണ് കഴിച്ചത്. അതിൽ പഹല മർ ഗയ, പൂര മർ ഗയ. ഓ ആദ്യത്തെ ഭാര്യമാരെല്ലാം മരിച്ചുപോയി. അതുകൊണ്ടാണ് വീണ്ടും വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നത്. ആ സമയത്താണ് നബും തുക്കി എന്ന് പറയുന്ന ഫോർമർ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോയി സൗഖ്യം പ്രാപിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. तब वो मीटिंग में उसको ले गया था, तब प्रभु उनको चुआ है. उसके बाद ऐसा हो गया, उसको प्रभु चुने का बाद नबुन तुकी गुमटे को जब उसके गुमटे को प्रभु चुने का बाद वो जो है पूरा आदमी लोग जो है ऐसा बोल गया, पागल हो गया. मतलब उसका पिताजी को सुनाई दिया है. तो അദ്ദേഹത്തിന്റെ മകൻ നബും തുക്കിയും നബും ഗുംദെ ഒരു മീറ്റിങ്ങിന് പോയി സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പം ഈ നബും ഗുംദയിൽ വലിയ മാറ്റങ്ങളുണ്ടായപ്പം ആളുകൾ പറയാൻ തുടങ്ങി നബും ഗുംദയ്ക്ക് ഭ്രാന്താണെന്ന്. ആ വാർത്ത പിതാവ് നബും സാനിയ അറിഞ്ഞു. तो ऐसा मतलब सब लोग ये तेरा बेटा पागल हो गया, क्या बोल रहा है. तो उसको मतलब बहुत ऐसा आश्चर्य हुआ है, मतलब कि ऐसा कैसा हो गया बोल के. तब एक बार इन्होंने बोला है, वो समय में एक्चुअली वो एक बहुत पेट जो पुल के बहुत भयानक से बीमार हो गया था. तो कोई किसी ने उसको मतलब जो है फ़ोन में लगाने का बाद वो फ़ोन में प्रेयर करके उसका ये जो है मतलब हील हो गया था बोला. तो वो जो फर्स्ट उसका एक्सपीरियंस है बता रहा है. ഈ നബും ഗുംദെ മകന് ഭ്രാന്ത് പോലായെന്നുള്ള ഒരു വാർത്തയൊക്കെ അറിഞ്ഞു. ആ സമയത്ത് ഈ നബും സാനിയ അവർക്ക് ഈ പിതാവിന് വയറിങ്ങനെ വീർത്തൊരു വല്ലാത്ത രോഗം, മരണകരമാകുന്നൊരു രോഗമുണ്ടായി. ആ രോഗമുണ്ടായ സമയത്ത് ഫോണിൽ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചു. കോൻ ഫോൺ പ്രാർത്ഥന കിയ? നബും ഗുംദെ തന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ പെട്ടെന്ന് സൗഖ്യമുണ്ടായി. ഈ പിതാവിന് സൗഖ്യം ലഭിച്ചപ്പോൾ അതാണ് ആദ്യത്തെ ഒരനുഭവം, യേശുവുമായിട്ടുള്ള ആദ്യത്തെ ഒരനുഭവം. ये उसका पहले कभी जीसस का नाम नहीं सुना, क्योंकि ये खुद पुजारी है और खुद बहुत लोग को पूजा करके तिक करने वाला था. लेकिन ये जब खुद बीमार हो गया, लेकिन उसका पहले उसका पेट जो बहुत फूल के बेटा हुआ था, उसका पहले जो उसका बेटी जो ये एक एस्तर नाबम को हील किया. फिर भी वो सुन के भी मतलब इतना उसका आइडिया नहीं था क्या हो रहा है. उसके बाद तेरा ऐसा हो गया. बहुत लोग दुनिया जगह के लोग उनको बताया तेरा बेटा ऐसा ये होकर ये सब कुछ उल्टा पुल्टा, मतलब जो आदमी गलत कर रहा है उसको दिखाई दे रहा है, जो भी ऐसे जहाँ था बोल रहा है बोल के. ये सुन के मतलब क्या हो गया बोल के ऐसे सोचते ही इसका प्रॉब्लम जो ये होने के बाद, जब उसका बाद वो जो दूर में है, पहले जो ट्रांसपोर्टेशन नहीं था, रास्ता अच्छा नहीं था, बहुत दूर में था. और ये जो उसका बेटा जो नाबुम गुंगटे जो है अभी जो IGP है, वो जो
ईटानगर में था, वो बस्ती में था, तब ये एक मतलब उसका कोई जो रिलेटिव्स जो उसका पॉइंट लगा दिया कि तेरा पिताजी इस तरह का बीमार हो गया बोल के। तब वो जो फ़ोन किया, फ़ोन में ही प्रेयर करके उसका फर्स्ट एक्सपीरियंस जब ये प्रीस्ट था तभी उसको हील हुआ है। ഈ പിതാവ് അവരുടെ ഒരു പൂജാരിയായിരുന്നല്ലോ, പൂജ ചെയ്ത് മറ്റുള്ളവരെ സൗഖ്യമാക്കുന്ന ഒരു പൂജാരിയായിരുന്നു. എന്നാൽ സ്വന്തമായിട്ട് സൗഖ്യം ലഭിക്കുന്നില്ല. രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഈ വയറു വീർത്ത രോഗം വളരെ ഗുരുതരമാകുന്നൊരു രോഗം വന്ന സമയത്ത് സൗഖ്യം ലഭിക്കാതെ വന്ന സന്ദർഭത്തിലാണ് മകൻ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം നടന്നത്. മറ്റൊരു അത്ഭുതം കൂടെ നടന്നിരുന്നു. ഈ നബും സാനിയ അവറുകളുടെ ഈ പിതാവിൻ്റെ ഒരു മകൾ നബും എസ്തർ എന്ന് പറയും. അവളുടെ പഴയ പേര് നബു ഓക്ക് എന്നാണ്. നബു ഓക്കിന് ഒരു വലിയ സൗഖ്യം ലഭിച്ചതാണ്. നബു ഓക്കിൻ്റെ കണ്ണുകൾ തുറന്നതാണ്. അവൾ അന്ധയായിരുന്നു, 18 വർഷം അന്ധയായിരുന്നു. അവളുടെ കണ്ണുകൾ തുറന്നതാണ്. ആ വാർത്തയൊക്കെ അറിഞ്ഞിട്ടും പിതാവ് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ സ്വന്തം അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ വയറു വീർത്ത ഒരു അനുഭവം വന്ന സന്ദർഭത്തിൽ ആ സമയത്താണ് നബുങ്കുംദേ അറിഞ്ഞു നബുങ്കുംദേ അവറുകൾ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത സൗഖ്യം നടന്നു. Oke, every dikuni, to ngopuna kutolo be choring like soki nadong pak. Nadong dikuni rari kuni, puna ku imi modong tulang ngoka ispa kutol. Abro potong neriya, ngota puna pa. Ko potong do nakri. Ela apo potong ya ma betul. O patang mana pa. Punoi. Mula name nam chan kun. O nga ki pongo ay dara ale ko. Kita ko ba. O ala ri ko elang po achi ko ba. Aro ram ko name. Alo lang po ka ale ko. O itano ko to jongo I kun. Eno po ngam. Tang iwa dali ma to ma Jesu do pa alistar. O kilto muli de pa. Muli ge opo tanam ge. Eke ni tanang na ni to ko. O ni ko ni ongo. Piluk sar telo te papu no na tai te kerja aku do pai kerja aku do riku te ajoin tu nam capikul ikune ngoye ikune o biriku o ale riku piluk sar telo ke bisi mulupak o bisi kerja aki pakoi akiri ku o bol Abraham ane nguteni ane so piti kursam ai to kone nguteni bipa birinyo nguta kalamine sami wayo jari kunyi o nga ui panamam iwa to kula o pong kwatang kuma o kili kwa kuka do kuma every ne sedia ku debe nyakam to ku kele chenyang sita to kuba जब उसका जो ये फ़ोन में थ्रू फ़ोन में ही प्रेयर के बाद उसका हील हो गया, तो वो उसका जब पहले से ही बहुत इंजेक्शन मारा लेकिन ठीक नहीं हुआ, लेकिन वंस एक बार फ़ोन कॉल में प्रेयर करने के बाद उसका पूरा ऑन द स्पॉट हील हुआ। तो उसके बाद हील होने के बाद वो फिर बस्ती गया तो उसका लास्ट वाइफ भी ये पूरा ये बीमार में था, ये पूरा बदन फेन, बैक बोन फेन, हर एक बहुत तरह का उसका बीमार था, उसको भी ये हो गया। मतलब ये क्या बोलता है, फोन में प्रेयर करने के बाद पूरा फिर भी वो भी अच्छा हो गया। ഈ പിതാവിൻ്റെ സൗഖ്യം നടന്നു. ആ സൗഖ്യം നടക്കുന്നതിന് മുമ്പ് ഇഞ്ചക്ഷനൊക്കെ നടത്തിയതാണ്. ഇഞ്ചക്ഷനൊക്കെ നടന്നിട്ടും സൗഖ്യം ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ നബുങ്കുംദേ അവറുകൾ പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി സൗഖ്യം നടന്നു. അതിനുശേഷം വില്ലേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഭാര്യ മുഴുവൻ രോഗമായിട്ട് വല്ലാതെ അവിടെ വീട്ടിലായിരിക്കുകയാണ്, വില്ലേജ് ഹൗസിലായിരിക്കുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഭാര്യയ്ക്ക് വേണ്ടിയും നബുങ്കുംദേ അവറുകൾ വിളിച്ച് പ്രാർത്ഥിച്ചു. ഉടനടി സൗഖ്യം നടന്നു. उसके बाद ये एक्सपीरियंस को, क्योंकि पहले जब उन लोग क्रिश्चियन में था, हर एक छोटा चीज़ के लिए सेक्रीफाइस करता था, लेकिन ये विदाउट सेक्रीफाइस में थोड़ा प्रेयर में ही टिक हो गया। टिक होने के बाद ये कैसा हो गया सोच के ये नीचे आया मिलने, अपना बेटा को नीचे में या ईटानगर में था जब वो DSP था, तब उसको मिलने आया। तो उस समय में ये जो है बहुत कुछ अपुंग पीता था, सदा खाता था, हर एक चीज़ को वो छोड़ने नहीं सकता था। लेकिन उस समय में वो जो उसका बेटा जो है नबुंगुंगटे जो बोला है, चिंता मत करो, प्रार्थना में हो जाएगा, अब एक साथ सब कुछ को छोड़ सकेगा बोला। लेकिन वैसे ही वो प्रार्थना कर दिया,
प्रार्थना वंस एक बार प्रार्थना करने का बाद ही वो हर एक चीज़ को ऑटोमेटिकली वो भूल गया बोला। मतलब कि वो उसको खाने पीने एक ऑटोमेटिकली वन गो में ही उसको मतलब कभी पहले तो छोड़ने नहीं सकता था, लेकिन वो एक बार प्रार्थना करने के बाद उसका वो बेटा ने कहा आप बिल्कुल अब वो पिताजी चिंता मत करो, प्रार्थना हो गया, आपका अभी से खाने पीने कुछ भी दिल नहीं होगा बोल दिया। तो वो दिन से वो छोड़ दिया बोला। अपुंग छोड़ दिया, सब सादा छोड़ दिया, और बुराई चीज छोड़ दिया, सब कुछ छोड़ दिया। और अभी से वो दिन से छोड़ के आज तक अभी तक नहीं लिया बोला। ഭയങ്കര അത്ഭുതകരമാകുന്ന സാക്ഷ്യമാണ്, നിങ്ങൾ കേൾക്കേണ്ട സാക്ഷ്യമാണ്. ഈ പിതാവ് പറയുന്നത്, ഈ പിതാവ് നല്ലപോലെ മദ്യപിക്കുന്നു. ഇവർക്ക് വില്ലേജിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മദ്യമുണ്ട്, അതിനെ അപ്പുങ്ങെന്നാണ് പറയുന്നത്. പിന്നെ സാദാ ഇങ്ങനെ ഈ കയ്യിൽ അടിച്ചുണ്ടാക്കുന്ന സാദാ ഉണ്ട്, അതിങ്ങനെ വായിലിങ്ങനെ ഇടും. ഇങ്ങനെ ഒരുപാട് അഡിക്ഷൻസ് ഉള്ള ആളായിരുന്നു. ഈ സൗഖ്യം നടന്നു കഴിഞ്ഞപ്പോൾ വില്ലേജിൽ ഭാര്യയ്ക്കും സൗഖ്യം കിട്ടി, തനിക്കും സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതമായി. എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്ന് ഇറ്റാനഗറിൽ വന്നു, മോൻ്റെ അടുക്ക് വന്നു. മോനന്ന് ഇറ്റാനഗറിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. മോന് പ്രാർത്ഥനയിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. യേശുവിൻ നാമത്തിൽ സാക്രിഫൈസ് ഒന്നും ചെയ്യുന്നില്ല, മൃഗബലി. ഇവരെല്ലാം മൃഗബലി, ഒത്തിരി മൃഗങ്ങളെ ബലി ചെയ്തല്ലേ ഒരു രോഗം മാറ്റുന്നത്. എന്നാൽ ഇവിടെ മൃഗബലി ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു. എങ്ങനെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയിൽ ഇതെല്ലാം മാറും? അപ്പോൾ പറഞ്ഞു, എനിക്ക് മദ്യപാനത്തിൻ്റെ പ്രശ്നമുണ്ട്, ഞാൻ അപ്പുങ്ങ് ഒരുപാട് കഴിക്കുന്നു, കുടിക്കുന്നു, പിന്നെ സാദാ, അങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, ഇതെങ്ങനെ മാറുമെന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, നബുങ്കുംദേ പറഞ്ഞു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതെല്ലാം നിൽക്കുമെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും അത് അപ്പുങ്ങ് കുടിക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാകത്തില്ല, സാദാ എടുക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇത് 25 വർഷം മുമ്പ് നടക്കുന്ന കാര്യമാണ്. നബുങ്കുംദേ അവர்கள் പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ സ്പോട്ടിൽ ഈ പിതാവ് മദ്യപാനം പിന്നെ ഒരിക്കലും മദ്യം തൊട്ടിട്ടില്ല, പിന്നെ ഒരിക്കലും സാദാ കഴിച്ചിട്ടില്ല, പിന്നെ ഒരിക്കലും ബുരായി ചീസുകൾ, തെറ്റായിട്ടുള്ള ഒരു ചീസുകളിലേക്കും പോയിട്ടില്ല. എത്ര നാൾ കഴിഞ്ഞിരിക്കുന്നു? 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 25 വർഷമായിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തോ ഒരു വലിയ വിടുതലാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന വിടുതലല്ലേ? उसके बाद वो सब प्रेयर के बाद, छोड़ने के बाद सबसे पहले वो जो है हमारा पास्टर फिलिपोस पास्टर, जहाँ मैं पास्टर कर रहा था पपुनोला चर्च में, वहाँ में वो सबसे लाइफ में फर्स्ट टाइम वो चर्च गया था बोला। चर्च जाने के बाद उसके बाद वो तमस अब्राहम ये पास्टर को मिला है। उसके मिलने के बाद वो सब कुछ करके वो तब तक वो तो पुजारी अपना वहाँ में पुजारी का बहुत कुछ सामान है। उसके बाद यहाँ होने के बाद वो हर एक चीज़ को छोड़ने के बाद यहाँ में तमास अब्राहम लोग भी बोला, पास्टर फिलिपोस पास्टर लोग ने भी बोला है आपका हर एक पुराना चीज़ को छोड़ देने के लिए, पूरा जो भी जो पुजारी का सामान को छोड़ देने के लिए जलाने, इसलिए वो वापस जाके उसको ये जलाया है बोला। ഓ, വീണ്ടും അത്ഭുതങ്ങൾ തുടരുകയാണ്. ആ സമയത്ത് ഇവിടെ KP ഫിലിപ്പോസ് പാസ്റ്റർ അവരുടെ ചർച്ചിൽ, അപ്പോസ്റ്റൽ KP ഫിലിപ്പോസ് അവരുടെ ചർച്ചിൽ കടന്നു. ആദ്യമായിട്ടൊരു ചർച്ച് മീറ്റിങ്ങിൽ നാബും സാനിയ അവர்கள் പങ്കെടുക്കുകയാണ്. അവിടെ വെച്ച് പാസ്റ്റർ തോമസ് എബ്രഹാമിനെ കാണുകയുണ്ടായി. പാസ്റ്റർ തോമസ് എബ്രഹാം പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ ട്രഡീഷണൽ പൂജാരിയല്ലേ, ഒരു ഗോത്രത്തിൻ്റെ പൂജാരിയല്ലേ, ഈ പൂജാരിയാകുന്ന നബും സാനിയ അവர்கள் തീരുമാനമെടുത്തു, തൻ്റെ പൂജാവസ്തുക്കളെല്ലാം ഇനി ഉപേക്ഷിക്കുകയാണ്, ഇനി ഞാൻ യേശുവിനെ മാത്രം ആരാധിക്കുമെന്നുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. തനിക്കുള്ള എല്ലാ അങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് താൻ ഒരു സമർപ്പിത ജീവിതം കഴിഞ്ഞുപോയ 25 വർഷമായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്. സോ ഏക് ബാത്ത്, ये गर्भ का अंदर में बहुत मिथुन का सिर था, वो पूजा किया वाला। हाँ, क्योंकि कोई भी बीमार होगा, क्योंकि वो लोग ये पूजा जो हम लोग भी चौथा में देखता था, उन लोग जो ऐसा करता है पूजा, जो चौथा जो भी बीमार होगा ना, एक ये चिकन का लीवर को देखते हैं और ये एग का वो उसको देखते हैं। वो जो बीमार जो मिथुन चाहिए ना, क्या चाहिए, सब कुछ बकरी चाहिए ना, गाहोरी चाहिए, तो उसको पर्स ये करके पूछ के ऐसे उन लोग करके, इसलिए हमारा घर में पूरा मिथुन का पूरा भर्ती होता था, सिंह जो पूजा के बाद उसको रखना होता है. ഈ പൂജ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ചിക്കൻ്റെ ലിവർ അല്ലെന്നുണ്ടെങ്കിൽ ഈ പന്നിയുടെ കരൾ, ആ കരൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം ഈ രോഗം മാറാൻ ഏത് മൃഗത്തെ പൂജ ചെയ്യണമെന്ന്, സാക്രിഫൈസ് ചെയ്യണമെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, പൂജാരിക്ക് മനസ്സിലാവും. അങ്ങനെ ഓരോരോ പൂജകൾ നടത്തും. ആ പൂജ നടത്തുന്ന ഈ മിഥുൻ്റെ തലകളെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇവരുടെ വീടിനകത്ത്, വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജിലെ കുടിലാണ് കേട്ടോ,
നമ്മൾ വേറൊരു നിലയിൽ ചിന്തിക്കുന്നത് എല്ലാം മുളവീടുകളാണ്. ആ മുളവീടുകളുടെ അകത്ത് മുഴുവൻ ഇങ്ങനെ മിഥുൻ്റെ തലകളായിരുന്നു. ആ തലകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു വീട്ടിലാണ് ഈ പൂജാരി പാർത്തിരുന്നത്. Oke, tolo ke every lai kula, tolo papu nola tolo, kupuso mulupa koi, muluri kunyi no agri, o pilup chagri, ngam segaran to dubna ari kunyi, acha altari kunyi, oke, ui pagama mangpa kuma, o nam beling mangpa tikune, nam pini ni pilup char chapa, o dubna pa, o ale rikun seja acha ya tada polo. Kumut patam mata alata. O alari kuno koyong luku bisi aku na tuma sapura hamai. Aku ne ala kusoge piti kursam yuwa kuma bangtang tok. Heri kunyi hal beri kuny nga bigamma elo kam si nga ko ke kune katili doi ko aku ne o ko abang aku ne o ke kune si ang karaniya. O darmo Yesu tachang Yesu domana, tanah Yesu domana, nabam Yesu domana, Yesu walking pa, oh every pa ne, nam mangjang, pilup mangjang, tu Abraham mangjang, untai mangjang rikuni, oh ngaku malang ngaking to rikuni, ngaku saja garo jun dopa, oh kue nyobang dopa, no ngam itu kepak terus cabai terus, mau tebi alene, rave iba solo. O ka nga nyobong ka kuam kam ku usi ke asinga nya ka lase nya ka kulas ke o malang asar je kam jisuan om nyubulung so lo na rab muta ko om o alo ko aska dopa sika dopa tanang taram donya pa o am tike biga dul ngam opo tanglo kam ngosi sipakon opo tang kuma omanya ngosenya ngo lum sita tokuba lum sita jata tokuba no ang patol sejani nunya ang palo ngam si itu ka pa iba nga ko nga nyabang nga ko hikam akwa chae bama era patam to o ngam arabe hudam nulu jisu binamam nul te dokudo nulu binam jisu bire dokudo ngo nga muda simma do tiki bitarnya to bitar ko dul o da sitare ka nyot kitob ongo चलतारी। उसके बाद जब ये आफ्टर ये पूरा ये चर्च आ करके पूरा उसका ये होने के बाद सबसे पहले आप लोग ने तमस अब्राहम अब सगाली एरिया में आया, पास्टर फिलिपोस आया और पास्टर फिनी आया। वो बोल रहे हैं पास्टर फिनी से ही वो बपतिस्मा लिया है। तब से लेकर अभी तक मतलब जो है पहले जितना भी बीमार होता था, जितना भी प्रॉब्लम्स होता था वो नहीं रहा। उसके बाद जब भी एक चौथा बीमार होने से भी जब वो उसका बेटा को नवम गुंगटे को जब कॉल करता है, वो जब प्रेयर करने से वो बीमार जो ऑटोमेटिकली अच्छा हो जाता है। तब से पहले जैसा जितना दुख तकलीफ आया नहीं बोल रहा है। अगर वो जीसस को नहीं मानता तो अभी वो नहीं रहना था बोला। उसका बीच में इतना बार बीच में बहुत मरने का अवस्था भी आ गया था, लेकिन जब प्रेयर हुआ है तब ईश्वर ने उसको हील किया है। अभी तक प्रभु ने जब से ईश्वर को जाना है तब से अभी तक बचा के रखा है बोला। വാ, അത്ഭുതകരമായിരിക്കുന്നു ഈ സാക്ഷ്യം. വീണ്ടും മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സഹാളി മേഖലയിലെ പാസ്റ്റർ തോമസ് എബ്രഹാം കടന്നു ചെന്നു. ഞാനവിടെ കടന്നുപോയി ശുശ്രൂഷിച്ചു. ഫിലിപ്പോസ് പാസ്റ്റർ കടന്നു ചെന്ന് ശുശ്രൂഷിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് സ്നാനം സ്വീകരിച്ചത്. എനിക്ക് സ്നാനപ്പെടുത്തുവാനുള്ള ഈ പിതാവിനെ സ്നാനപ്പെടുത്തുവാനുള്ള ഒരു വലിയ പദവി കർത്താവ് എനിക്ക് നൽകി തന്നു. അതൊരു വലിയ അത്ഭുതകരമാകുന്ന ഒരവസരമായിരുന്നു. അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനാണ് സ്നാനപ്പെടുത്തിയതെന്ന് ഓർക്കുന്നു. ഞാനത് മറന്നുപോയിരുന്നു. എന്നാൽ പിതാവ് അതിപ്പോഴും ഓർക്കുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം പണ്ടുണ്ടാകുന്നത് പോലെ രോഗങ്ങളൊന്നും വരാറില്ല. എന്തെങ്കിലും വന്നാൽ തന്നെ മകനെ വിളിച്ച് പ്രാർത്ഥിക്കും, അപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകുകയും ചെയ്യും. ഈ പിതാവ് പറയുന്നൊരു സാക്ഷ്യം വളരെ അത്ഭുതകരമാണ്. യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ലോകത്തിൽ ജീവനോടുകൂടി ഇരിക്കുമായിരുന്നില്ല. അതേപോലെ ശാരീരിക പീഡകളും രോഗങ്ങളും മാറി മാറി വന്നുകൊണ്ടിരുന്നു. അതിനുശേഷവും മരണകരമാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും പ്രാർത്ഥനയിലൂടെ സൗഖ്യം ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്നത്. എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ഈസ് ഹി? 120 years.
120 years. ഓ, ഇതൊരു വലിയ അത്ഭുതമാണ്. ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നബും സാനിയ എന്ന പിതാവിന് 120 years 120 വയസ്സ് ഇപ്പോളായിരിക്കുന്നു. 120 വയസ്സിൽ ജീവിച്ചിരിക്കുന്ന നബും സാനിയ അവരുകൾ ഒരു മാതൃകയാണ്. Just ask him how many. अब ना आगे लंगली पकड़ी सर bakunap. Ngo anya nga lispe ko mamori. Unam ma isap ko nam dang isap ko nam. Nga inam ekso kula jangan ni pakudi mana itu. Oke ko na are nga anda jo to binam ekso jo chio ma padi. पहले ज़माना में लिख के नहीं रखा, लेकिन जो है घर को हिसाब करता है। वो घर जो है, एक घर जो कितना साल रहता है उसका हिसाब से वो जो है अभी घर को हिसाब करने से एक्चुअली वो लिख के तो नहीं रखा, लेकिन किस घर में जन्म दिया है, वो घर जो कितना साल का होता है हमारा लोकल में, तो उसको हिसाब करके वो अभी 120 years है ऐसे बोल रहे हैं. ഇത് വളരെ അത്ഭുതകരമായിട്ട് ഇവരുടെ കാൽക്കുലേഷൻ, പഴയ തലമുറയിലെ അവരുടെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ അന്ന് കലണ്ടറില്ല, വാച്ചില്ല, ഡേറ്റില്ല, തിങ്കളില്ല, ഞായറില്ല. എന്നാൽ അവർക്ക് കാൽക്കുലേഷന് ഉള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതാണ് പിതാവ് പറഞ്ഞത്, ഒരു വീട് എത്ര വർഷം, ഒരു വീടിനൊരു ഇത്ര വർഷം എന്നുള്ള ഒരു കണക്കുണ്ട്. അത് കഴിയുമ്പോൾ ആ വീട് ഇവരുടെ മുളവീടല്ലേ, ആ മുളവീട് കളയും, അത് കഴിഞ്ഞിട്ട് പുതിയ വീട് വെക്കും. അപ്പോൾ ആ ഒരു മുളവീട് എത്ര വർഷം നിൽക്കുമെന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് ഇപ്പോൾ എത്ര മുളവീടുകൾ മാറി മാറി താമസിച്ചു എന്നുള്ളത് പിതാവിന് നന്നായിട്ടറിയാം. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവ് ഉറപ്പായിട്ടും പറയുന്നു, എൻ്റെ വയസ്സ് 120. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണിത്. ഈ പിതാവിന് 120 വയസ്സ്. ഈ 120 വയസ്സ് ജീവിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ പിതാവിനെ സൗഖ്യമാക്കിയതുകൊണ്ടാണ്. ആ കണക്കൂട്ടലിൻ്റെ സംവിധാനം, പഴയ സംവിധാനം മനസ്സിലായില്ലേ? ഒരു വീടിന് ഇത്ര വർഷം ആയുസ്സുണ്ടെന്നുള്ളത് അവർക്കറിയാം. ഒരു മുളവീടല്ലേ പണിയുന്നത്, ആ മുളവീട് ഇത്ര വർഷം കഴിയുന്നുണ്ടെങ്കിൽ അത് ഇടിച്ചു കളയും, അത് കഴിഞ്ഞിട്ട് പുതിയ വീട് പണിയും. അങ്ങനെ എത്ര വീട്ടിൽ താമസിച്ചു, ജനനം മുതൽ ഇന്ന് വരെ എത്ര വീട്ടിൽ താമസിച്ചു എന്നുള്ള കൃത്യ കണക്കറിയാം. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവ് ഉറപ്പായിട്ടും പറയുന്നത്, ഇപ്പോൾ എനിക്ക് 120 വയസ്സ് ഉണ്ട് എന്ന്. എത്ര മക്കൾ ജീവിച്ചിട്ടുണ്ട്? ഹൗ മെനി ചിൽഡ്രൻ ആർ അലൈവ്? अब सीजन आगे आलोक कुnyam nyaga ko ngedarkeg dopa. Ngake ko nyaga ja ke sibai watul gyaro dopa. Nyaga ko. Nyam ko tero dopa. O sibai kale to ko yuwa. O ka nyawung ake tun ake changa hido dopa. Ala jangreng simma do patnam mujral. Oke ko abange taram tanang oke gungte bida gyaro jun dopa. O kuam nyawung simma do nulu disun bire bulu patam tikta banyak tu. Orang sekarang pitero ke, sekarang pitero ke kang pura alaba, kang itu kang pura dopa. Ancal lagi yang tu bah. Kang pura pitero ke, sekarang pitero ke alaba sih kene satu pikir lini jipa. Oh am nule, am dom tul saja. Abraham dopani, Philip sar dopani, Noah pani, Arab. Oh binam kalam betul desi ke binam siwa binam nul Arab disun bire buat tik jab bitu be disun tik jab bitu. अभी ये अबू जो बोल रहा है उसका क्यों 6 वाइफ था. 6 वाइफ में से ऐसा है, मतलब पहले जो एक वाइफ अभी भी एक वाइफ जिंदा है. तो ये ये लास्ट है, लास्ट वाइफ. हाँ, ये अबू का लास्ट वाइफ है. पहले ऐसा था, मतलब एक वाइफ जो पहले ऐसे बंद सिस्टम नहीं है, ऑपरेशन सिस्टम नहीं था. तो लास्ट जितना दे सकता है, इसलिए एक माँ जो है 13-14 देता था. 13-14 हाँ, ऐसे दे के उसके बाद. लेकिन अभी जो है, पहले जब हिंदू में था, जब हम लोग सेक्रीफाइस करता था, तब बहुत बच्चा लोग मर गया. एक दो सिर्फ माँ से बच के. अभी टोटल जो है 6 माँ से सिर्फ 11 बच्चा है.
लड़का, उसके बाद लड़की बच्चा जो 13 बच्चा है, 13 बच्चा 13 है, means 24. इतना सिर्फ बच्चा 24 जिंदा है. हाँ जिंदा है, अभी जिंदा है। तो और अबू जो बोला है उसका सेम एज का अभी कोई भी नहीं रहा है मतलब एरिया में, क्योंकि अभी तक अबू का है, अभी तक उसको अबू जो बोला है जब उसका लाइफ में बहुत बार बेस्ट ये अवार्ड मिला है, बेस्ट गंगपुरा मिला, बेस्ट अंचल भी बोट बना है पब्लिक लीडर, तब उसका बोट सर्टिफिकेट मिला है। तो अबू का ऐसा है अभी गॉड का ग्रेस से अभी तक उसका मेमोरी पावर इतना स्ट्रांग है, आँख का इसको आदमी जो है यहाँ का लोग जो है उसको किताब लिखने के लिए, पुराना जमाना का कहानी लिखने के लिए वो अभी भी आते हैं। तो उसका एज सेम एज का अभी हमारा एरिया में कोई भी नहीं है। और पूरा बड़ा बड़ा लोग यहाँ में लिखता है, बुक्स लिखता है, वो अभी तक अबू को पूछने आता है। उसका बाद अभी तक अबू का आँख में भी प्रॉब्लम नहीं है, अभी ये में क्या बोलता है सब कुछ अभी तक ठीक है प्रभु का दया से। ഇത് വലിയൊരു അത്ഭുതമാണ് ഇത് നിങ്ങൾ കേൾക്കുക. 6 വിവാഹം, ഇത് നീണ്ട ഒരു കാര്യമാണ്, ഞാൻ എല്ലാം ഓർക്കുമോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ശ്രമിക്കാം. 6 വിവാഹം കഴിച്ചു. അന്നത്തെ കാലത്ത് ഈ സ്ത്രീകൾ അന്ന് പ്രസവം നിർത്തുക എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു സ്ത്രീ 13 കുട്ടികളെ വരെ പ്രസവിക്കും, അല്ലെ 14 കുട്ടികളെ വരെ പ്രസവിക്കുമായിരുന്നു. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ 6 സ്ത്രീകളിൽ നിന്ന് ഏകദേശം ഒരു 60-50ഓളം കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ആ ജനിക്കുന്ന കുട്ടികളിൽ മിക്ക കുട്ടികളും മരിച്ചു പോകും. എന്നാൽ ഇപ്പോൾ ജീവനോടുകൂടെ 11 ആൺകുട്ടികളും 13 പെൺകുട്ടികളും ഇപ്പോൾ ജീവനോടുകൂടെ ഉണ്ട്. അങ്ങനെ 24 കുട്ടികളുണ്ട് എന്നാണ് അബു പറയുന്നത്. ഇനി അബുവിൻ്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ച്, അബുവിന് കണ്ണാടിയില്ലാതെ അബുവിന് ഇപ്പോഴും കേൾക്കാം. അബുവിൻ്റെ കേൾവിശക്തി, അബുവിന് ഇപ്പോഴും കേൾവിശക്തിക്ക് കുഴപ്പമില്ല. 120 വയസ്സെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ 120 വയസ്സെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നു എന്ന് അടിവരയിട്ട് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. അബു പറയുന്നത് അബുവിൻ്റെ കൂടെ ജനിച്ചു വളർന്ന ആരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അബുവിൻ്റെ കാഴ്ചശക്തിക്ക് ഇപ്പോഴും കുഴപ്പമില്ല, അബുവിൻ്റെ കേൾവിശക്തിക്ക് ഇപ്പോഴും കുഴപ്പമില്ല, അബുവിന് ഇപ്പോഴും ഭക്ഷണം കഴിക്കുവാനുള്ള പ്രാപ്തിയുണ്ട്, അബുവിന് അത്യാവശ്യം ഇപ്പോഴും നടക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. എല്ലാറ്റിലും ഉപരി അബുവിന് ഓർമ്മശക്തിയുണ്ട്. അതൊരു വലിയ അത്ഭുതമല്ലേ? आप लोग का ये थ्रू से ये पास्टर अब्राहम, पास्टर थॉमस अब्राहम, पास्टर पिनी थॉमस आए, उसके बाद पास्टर केपी पिलिपोस का थ्रू से ही ईश्वर को जाना है, उसका थ्रू से हम अभी तक अच्छे से जी रहा है। इसलिए वो जो बोला है आप लोग और भी आप लोग का प्रेयर को जीसस सुनता है और भी हमको अच्छे से स्ट्रांग होने के लिए प्रार्थना कर देने के लिए ऐसे बोला। ओके, बच्चा लोग का नाम याद है? पूरा याद है. മക്കളുടെ എല്ലാ പേരുകൾ അറിയാമെന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. മക്കളുടെ പേരുകൾ അറിയാം. അപ്പോൾ ഓർമ്മശക്തി നല്ലതുപോലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഴയ ചരിത്രം എഴുതുന്ന എഴുത്തുകാർ അവർക്ക് പഴയ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി അബുവിൻ്റെ അരികിൽ വരും. അബുവിൻ്റെ അരികിൽ വന്നിട്ട് അബുവിൻ്റെ പഴയ കഥകൾ കേട്ടപ്പോൾ അരുണാചൽ പ്രദേശിൽ 120 വർഷം അല്ലെങ്കിൽ 110 വർഷങ്ങൾക്ക് മുന്നമേ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുന്നമേ അരുണാചൽ പ്രദേശിലെ ജീവിത ശൈലി എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആളുകൾ വരും. ആളുകൾ വന്നതിന് ശേഷം അവർ അബുവിൽ നിന്ന് കേൾക്കും. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുന്നമേ ഉള്ള കാര്യം ഓർത്തിരിക്കുന്നു. ഇപ്പോൾ വീടിൻ്റെ എണ്ണം തന്നെ ഓർത്തിരിക്കുക. ജനിച്ച സമയം മുതൽ ഇന്ന് വരെയുള്ള മാറി മാറി താമസിച്ച ബാംബു ഹൗസുകളുടെ എണ്ണം ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർമ്മശക്തിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പറയുന്നത് ഞങ്ങളെല്ലാം പിന്നെയും പ്രാർത്ഥിക്കണം, അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് കുറേ കൂടെ ആരോഗ്യത്തോടുകൂടെ ആയിരിക്കാൻ കഴിയുമെന്നുള്ള ഒരു അത്ഭുത കാര്യം കൂടെ ഇപ്പോൾ പരാമർശിക്കുകയുണ്ടായി. ഇതൊരു മഹാ അത്ഭുതമാണ്. ഇതെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. 120-ാമത്തെ വയസ്സിൽ കാഴ്ചശക്തിക്ക് ബുദ്ധിമുട്ടില്ല, നല്ലതുപോലെ കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, സംസാരിക്കുവാൻ കഴിയുന്നു. നിങ്ങൾ ആ സംസാരം കേട്ടെ, ആ സംസാരത്തിനകത്ത് നല്ല വാർദ്ധക്യത്തിലെത്തിയവർ സംസാരിക്കുന്നത് പോലെയാണോ അബു സംസാരിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ സംസാരത്തിന് കുഴപ്പമില്ല. ആ നിലയിൽ അബു ഇന്നിപ്പോൾ ഏകദേശം 70 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. 70ഓളം കിലോമീറ്റർ 80ഓളം കിലോമീറ്റർ വില്ലേജിൽ നിന്ന് യാത്ര ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അബു ആ നിലയിൽ അരുണാചൽ പ്രദേശിലൊരു അത്ഭുതമാണ്. നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും ഒരത്ഭുതമാണ്, ഒരു പ്രചോദനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അബുവിനോട് ചോദിച്ചു, ക്യാൻ യു ആസ്ക് അബു അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ്? ദാറ്റ് ടൈം ഹൗ വാസ് അരുണാചൽ പ്രദേശ്? How was the village life 100 years ago?
अब नो anyung so sang chada sama jona e so Arunachal Pradesh se so area nyok ise ugubri nam e si je to bisi al koi develop ko atu on logo kosto na moham no Saja kalau atau jauh every pak atau jauh oi pak kuna nyubu tu kula oi pak kuna kosta bu utak oh iri meta sabing meta interjar ne kerminga cama do oh dol nyubam doli bakwam dol nyubu papa oh ni sunyi da pakar sunyi long papa saja kerminga cah tukul oh ming ale sunyi katipa oh doli along katipa o kanulu ke Kristen Yesus ni de pai kuni saja ale loda pak oi pemata kul ale pak ale ri kuni saja nga ko si kam sakori ngonten jipa aking tito jipa aini tamo jipa om asya aku apipa अभी ये बता रहा है जब ये जो क्रिश्चियन नहीं था जब उसका यंग लाइफ में अरुणाचल जो इतना तकलीफ था इतना प्रॉब्लम्स था क्योंकि रास्ता नहीं था क्योंकि कुछ भी प्रॉब्लम्स होने से क्योंकि पुजारी भी लिमिटेड था सब लोग पुजारी नहीं बन सकता था तो उसको कुछ भी प्रॉब्लम्स होने से किसी को बुलाना या कहीं पुजारी जो सबका गिफ्ट अलग अलग था और वो जो बता रहा है कोई मतलब हर एक बीमार का अलग अलग वाला गिफ्ट है क्योंकि वो लोग दूसरा बस्ती में रहता था उसको कुछ भी प्रॉब्लम होने से बुलाने के लिए या कुछ भी करने के लिए बहुत प्रॉब्लम था बोला उसके बाद कुछ ये और जो भी छोटा चीज़ को ये एनिमल्स को मिलना ये सब बहुत तकलीफ था लेकिन जब जीसस में आने के बाद हर एक चीज़ जो साधारण हो गया हर एक चीज़ जो अच्छा लाइफ हो गया और जीसस में आने से पहले उसका परिवार जो बहुत दुख में था तकलीफ में था और कष्ट में था खाने पीने में प्रॉब्लम था लेकिन जीसस में आने के बाद सब लोग अच्छा हो गया सबको अच्छा नौकरी मिला है सब लोग अभी अच्छा से जी रहा है वो बता रहे हैं आप मुझे 100 വർഷങ്ങൾക്ക് മുന്നമേ അവരുടെ ബാല്യകാലത്തെ കാര്യങ്ങൾ പറയുകയായിരുന്നു ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ജീവിതം വനത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു റോഡുകളില്ല ആധുനികമാകുന്ന ഒരു സംവിധാനവുമില്ല മുളവീടുകളിൽ ജീവിക്കുകയാണ് അന്ന് പൂജാരികൾ മാത്രമാണ് എന്തെങ്കിലും സംഘർഷങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നത് അന്ന് പൂജാരികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ചില വില്ലേജുകളിലുള്ള പൂജാരികൾക്ക് പ്രത്യേക ദൗത്യമാണ് എല്ലാ പൂജാരികൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയത്തില്ല അങ്ങനെ ഒത്തിരി സംഘർഷങ്ങൾ അവർ ആ സമയത്ത് അനുഭവിച്ചിരുന്നു മെഡിക്കൽ സഹായമൊന്നും ലഭിക്കുകയില്ല വൈദ്യസഹായമൊന്നുമില്ല ആശുപത്രികളൊന്നുമില്ല റോഡുകളൊന്നുമില്ല ഭക്ഷണം കാര്യങ്ങളെല്ലാം ആ വില്ലേജിൽ കൃഷി ചെയ്യുന്നതും അതോടൊന്നിച്ച് കാട്ടിൽ പോയി വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസം അങ്ങനെയൊക്കെയുള്ള ആഹാര സംവിധാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഇന്ന് എല്ലാം വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു വിശേഷിച്ചും അബു പറയുന്നത് യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചതോടുകൂടെ ഞങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ് അവിടെ ഒരുപാട് പുരോഗതിക്ക് കാരണമായി തീർന്നത് അവരുടെ ജീവിതത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എന്നതാണ് എന്ന് അടിവരയിട്ട് അബു ഉറപ്പിച്ച് പറയുകയാണ് അത്ഭുതകരമായിരിക്കുന്നു മഹാത്ഭുതകരമായിരിക്കുന്നു ഈ തൊപ്പിയിൽ വൺ ദിസ് മെറ്റൽ ഈസ് ദെയർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വൺ മെറ്റൽ अब so siuge nam to so Ogla. dum kyo Syria this one nam si dum kyo ngala ay go kam rito si ka do malanang si bungala o si bopya ngala te kangala ngala this is for decoration ദിസ് ഈസ് ഫോർ ദി decoration and some abo asa agwa hikama ka ukam samri decoration e agwa hirine ta ഇത് ഭംഗിക്ക് വേണ്ടിയാണ് ഈ കമ്പി ഭംഗിക്ക് വേണ്ടിയാണ് kangam malapa അപ്പോൾ ഇത് ദിസ് ഈസ് ഒറിജിനൽ yes what do you say cane this one this one bopya in Nishi we call it bopya headgear tupi bopya to This one is jasang kuta bopya hareng kuta tupi big original yes oh this is original wow that's beautiful 100 years ago during his childhood whether they had this clothes to wear ask him abuno atu kul anyung dono la iju rio ge namre to ijuri kopa ma anyo ku do ko to ana bo puriap ku yo kyo do to seja akam ri kuni garminga chala kul o si je kola pa kul so e te ku yo bio to seja nulam nam bogoban ko isar ko
nisinago wingedo. Tuma Abraham ni, pilok ni. No nga do ko chabak so ito ko tulungo ni mangbiale iba. Sida nga kwam ko nyame pori petukul ani ko pori petukul di mtudopak. O sakori jalo o mapiku de jitu. Kale jap. Ngo bokoban ko nam mangpa. बोकोबान को ईश्वर को मपा इसका जब छोटा समय में वो कपड़ा नहीं था, कपड़ा एक ये एक जब छोटा था, ये जब छोटा एक होता है यहाँ पे क्या बोलते हैं हम लोग अभी चड्डी बोल सकता है। पहले हमारा यहाँ का अलग था, थोड़ा एक फोटोस में देखने से पता चल जाएगा इंटरनेट में वैसे था। अभी क्रिश्चियंस में आने के बाद और गवर्नमेंट लोग ये कुछ अच्छा प्रोग्राम्स ये लेके अभी कपड़ा लोग बहुत साल के बाद बहुत उन लोग बड़ा होने के बाद आया बता रहा है। ബാല്യകാലത്ത് ആ സമയത്ത് 100 വർഷങ്ങൾക്ക് മുന്നമേയൊക്കെ അവർക്ക് ധരിക്കാനുള്ള വസ്ത്രമൊന്നും ധാരാളമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വസ്ത്രമില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്യാവശ്യം നഗ്നത മറയ്ക്കാനുള്ള ഒരു സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തണുപ്പ് കാലത്തെ അവരെങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീ കൂട്ടി അതിൻ്റെ ചുറ്റുമാണ് കിടന്നുറങ്ങിയിരുന്നത്. or winter time, how they managed winter time. Abono oge ijigo pa ma do e onyo aloke sakar tapam polam hugubri nam nole o sakar tang kitur do be me hamra empore do sukuma wo akamri kono inar kora sukuma वो समय में विंटर में उन लोग जो क्या करता है बहुत लकड़ी जमा करके उसके बाद जब ठंडा होगा रात भर लकड़ी जला के बेचता था. അത് തന്നെയാണ് വസ്ത്രം പുതയ്ക്കുവാൻ വേണ്ടി കമ്പിളിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് അവർ ചെയ്തിരുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ അവർ തീ കൂട്ടി അതിന് ചുറ്റുമാണ് കിടന്ന് ഉറങ്ങിയിരുന്നത്. ആ നിലയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ഇന്നിപ്പോൾ ആധുനികമാകുന്ന സംവിധാനങ്ങൾ, കാറിൽ യാത്ര ചെയ്യുന്നു, ആധുനിക സംവിധാനങ്ങളൊക്കെ അനുഭവിക്കുന്നു, ഫോൺ വിളിക്കുന്നു. ആ നിലയിൽ അബുവിന് വലിയ മാറ്റം. അബു 100 വർഷം മുമ്പുള്ള കാര്യവും കണ്ടതാണ്, ഇപ്പോൾ നമ്മുടെ ഈ ആധുനിക ലോകവും കണ്ടതാണ്. അങ്ങനെയുള്ളൊരു വലിയ അത്ഭുതത്തിലാണ് അബു ആയിരിക്കുന്നത്. ഇത്രത്തോളം ആരോഗ്യത്തോടുകൂടി അബുവിനെ ദൈവം സൂക്ഷിച്ചതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ക്യാൻ ഹി പ്രേ? Do he pray? Abono partna mo do paridon re nam to. Oma bicham ya bi kale al biching ma. ये बोल रहा है मतलब बहुत ज़्यादा तो नहीं बोल सकता है, एक दो तो बोल सकता है अच्छा से. एक दो इता बिते. So just pray, tell him to pray for the people who are watching this program. Abu alok si jengul so ga na testimony nga mule si live si alo video recording mapai o na ngul so goldo na mam ninga kalaila o isoram ching mo do hal na partnala mat kalbito sije ham te do ngo birim choma de o so ga nga kwe ഇനി പറയാനുണ്ട്. more things to be. Yes, tell. ngo nya mai കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ngo nyam bich biya bima bimar biya bima nya ko si biramos kam bido ala kama de kahado bihado rihado so nga ko garo jundo sam ko si ge nyam bich biya mo mado ar patam to nyam bich biya mado ngo nya bimar biya ma pa o nga ay kalam nya bich biya mo mo to o patna ngam ara ngo luk mang pamos sidera mo stara. ये ऐसा बोल रहा है उसका लाइफ में किसी को वो दुख नहीं दिया है, तकलीफ नहीं दिया ना, और दुख नहीं दिया, तकलीफ नहीं दिया, लेकिन एज ए ह्यूमन बींग्स कभी भी किसी को प्रॉब्लम दुख दे सकता है, तकलीफ दे सकता है. अगर हो गया तो उसको फॉरगिवनेस प्रेयर आप लोग को कर देने के लिए बोला है, और आने वाला दिन में नहीं होने के लिए, और उसका पूरा बच्चा लोग को किसी को दुख नहीं देने के लिए, किसी को तकलीफ नहीं देने के लिए, किसी को प्रॉब्लम्स नहीं देने के लिए, वो ऐसे नहीं करने के लिए प्रार्थना करने के लिए आपसे बोला है. വളരെ രസാവഹമാകുന്നൊരു കാര്യമാണ്. ദീർഘായുസിൻ്റെ രഹസ്യങ്ങൾ പലതാണ്. അതിലൊരു രഹസ്യം ഇപ്പോൾ ഈ പിതാവ് പറയുന്നത് തൻ്റെ ജീവിതത്തിലുള്ള ഒരു തത്വമായിരുന്നു മറ്റുള്ളവർക്ക് വേദന വരുത്തുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, ദുഃഖം വരുത്തുന്ന, മറ്റുള്ളവർക്ക് കേടുവരുത്തുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നത് തൻ്റെ ജീവിതത്തിൽ അബു പാലിച്ചിരുന്നു എന്നാണ് അബുവിൽ നിന്ന് ഇപ്പോൾ കേൾക്കുവാൻ കഴിയുന്നത്. അതൊരു വലിയ രഹസ്യമാണ്. ദീർഘായുസ് ലഭിച്ചു എങ്കിൽ അതിൻ്റെ പിന്നിൽ ചില പ്രത്യേക രഹസ്യങ്ങൾ, ചില പ്രത്യേക തത്വങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പൂജാരി എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ എല്ലാം സഹായിക്കുകയല്ലേ ചെയ്യുന്നത്.
എല്ലാ വീടുകളിലും ചെന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ആ നിലയിലുള്ളൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എൻ്റെ ജീവിതത്തിൽ അറിയാതെ ഏതെങ്കിലും നിലയിൽ ആർക്കെങ്കിലുമൊക്കെ ദുഃഖമോ പ്രയാസമോ വേദനയോ ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശു എന്നോട് ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇപ്പോൾ ഞങ്ങളോട് പറയുകയാണ്. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 24 കുഞ്ഞുങ്ങൾ ജീവനോടുകൂടിയായിരിക്കുന്നു. 24 കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ 100-ലധികം ഗ്രാൻഡ് ചിൽഡ്രൻ കാണുമായിരിക്കും, ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ കാണുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കുടുംബം എല്ലാവരും കൂടെ കാണുന്നുണ്ടെങ്കിൽ 100-150 പേര് കൂടാനുള്ള, ഭാര്യമാരും എല്ലാം കൂടെ കൂടുമ്പോൾ 150 പേര് കൂടുവാനുള്ള ഒരു വലിയ കൂട്ടമാണ്. ആ കൂട്ടത്തിൽ ആർക്കും ഇത്തരത്തിൽ ഒരു വേദനയോ ദുഃഖമോ ബുദ്ധിമുട്ടുകളോ വരാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അബു ആവശ്യപ്പെടുകയാണ്. 아론이 데키베 노비시군라 아브라함 미히군라 노비군라 오가 그 사코리로 클레자지도 알아. 오니야 비치비아비 마베 녀봉게 구게 힘들 마 실람 힌디 알레 돔도버 얼비토버 에나모 비 세경 그리네. 오공고 빠따마 타리아이. ये अबू बोला है थॉमस अब्राहम को भी आप बोल दीजिए कि उसका परिवार के लिए, प्रोटेक्शन के लिए, अच्छा लाइफ जीने के लिए, और किसी को भी अभी तक पहले जैसा क्रिश्चियंस में नहीं होते समय बहुत लाइफ लॉस हो गया है, अभी और लॉस नहीं होने के लिए, प्रोस्पेरिटी में आगे बढ़ने के लिए जो अभी तक पढ़कर बैठा हुआ है, ये सर्विस में नहीं है, उसको सर्विस मिलने के लिए प्रार्थना आपको थॉमस अब्राहम को भी बताने के लिए उन्होंने बोला है. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പാസ്റ്റർ തോമസ് എബ്രഹാം അവറുകളോട് അബു അപേക്ഷിക്കുകയാണ്. അബു പറയുകയാണ്, അബുവിൻ്റെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ, ജോലിയില്ലാത്തവർക്കെല്ലാം ജോലി ലഭിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അവർക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. Or I just want to ask few more questions. What about his eating pattern? What all things he eats usually? Abu no sije ugo hidal dod kon ammi si dalam tang name ko Sejak kilo dama pikul sita to kun sejak acing miming dus. Nguyo puru micap dane. Mi dutukul migo ale pakul sije achikuma. अभी उसका ये अबू जो बता रहा है, जब बीमार था, बीमार में कुछ भी खाने नहीं सका था, बहुत वीक हो गया था, लेकिन प्रेयर के बाद उसको हील हो गया. अभी खाने पीने में कुछ प्रॉब्लम नहीं है, सब कुछ वो खा सकता है. सब कुछ he eats meat सब कुछ खा सकता है. घूमते पत्ता मरिया होमी अले ये जो बोला है, जब उसका बेटा ना घूमते, जब बीमार होता है, प्रार्थना करता है, तब ठीक होता है. उसके बाद अभी कुछ खाने पीने में भी कुछ भी प्रॉब्लम नहीं है, ऐसे बता रहे हैं. अभी सब कुछ खा सकता है. അത്ഭുതകരമായിരിക്കും. 120 വയസ്സുള്ള ഈ പിതാവ് പറയുന്നത്, കഴിഞ്ഞ ഇടയിലൊരു ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായി കിടക്കയിലായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു, സൗഖ്യം ലഭിച്ചു. അതിനുശേഷം, അതിന് മുൻപ് അത് തന്നെയാണ്, അതിനുശേഷം എന്തും കഴിക്കാം, ഏത് ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രാമവാസികളില്ലേ, അപ്പോൾ ഇറച്ചി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിൽ എല്ലാ മീലിൻ്റെയും ഭാഗമാണ്. ഇറച്ചി കഴിക്കും. മീനൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇറച്ചിയും പിന്നെ പച്ചക്കറികൾ, പ്രത്യേകിച്ചും ഈ ഗ്രാമങ്ങളിൽ ഒരുപാട് ഇലവർഗ്ഗങ്ങൾ ലഭിക്കും. ആ ഇലവർഗ്ഗങ്ങൾ നല്ലതുപോലെ കഴിക്കും. അതിനകത്തെല്ലാം ബോയിൽ ചെയ്താണ് കഴിക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരു പദാർത്ഥങ്ങളും അതിനകത്ത് വരുന്നില്ല. വിശേഷിച്ചും ഈ വില്ലേജുകളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ പെസ്റ്റിസൈഡ്സ് ഒന്നും വരുന്നില്ലല്ലോ. അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ പുഴുക്കളെ കൊല്ലാൻ വേണ്ടിയുള്ള, എന്താണ് അതിന് പറയുന്നത്, പെസ്റ്റിസൈഡ്സിന് മലയാളത്തിൽ എന്താ പറയുന്നത്, പെസ്റ്റിസൈഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അണുനാശിനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്യുവറായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് അവിടെ ലഭിക്കുന്നത്. അരിയായാലും പിന്നെ ഇലകളായാലും. മൃഗങ്ങളുടെ ഇറച്ചി, കാട്ടിൽ പോയാൽ മാനിറച്ചി കിട്ടും. നാട്ടിലാണെന്നുണ്ടെങ്കിൽ പശു ഇറച്ചിയുണ്ട്, അല്ലെ മിഥുനിറച്ചിയുണ്ട്. മിഥുനിറച്ചി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഫാറ്റ് മിഥുനിൽ വളരെ ഫാറ്റ് കുറവാണ്. ഇപ്പം എന്തും കഴിക്കാം. 120 വയസ്സുള്ള വ്യക്തിക്ക് എന്തും കഴിക്കാമെന്നാണ് പറയുന്നത്. വളരെ അത്ഭുതകരമാകുന്നു. So this is beautiful. The stories are so beautiful. So now at home, only they are at home. Yes. No children are. No children. ये मेरा ये अने जो तो यहाँ में प्रोग्राम्स में आप ये ये जो है
ये प्रोग्राम्स में कहीं कहीं जाता है, ये अकेला खाना बना के खा सकता है, सब कुछ अकेला कर सकता अकेला खाना बनाता है है। हाँ, कर सकता है, सब कुछ अभी भी कर सकता है, कर सकता है। क्योंकि 2 है, अभी सब बच्चा लोग बड़ा हो गया, हाँ। बड़ा होने के बाद टाउन में सब सेटल हो गया, Yes. सेटल होके जब अन्य जो यहाँ में कैपिटल आता है उसका बच्चा का पास जाता है, ये अकेला सब कुछ गाहुरी देखता है, मुर्गी खिलाता है और सब कुछ अपना से भी कर सकता है। अभी तक गॉड ने इतना स्ट्रॉन्ग बनाया है मेरा अबू को ना। ഓ ഇത് വളരെ വീണ്ടും അത്ഭുതകരമാകുന്ന കാര്യങ്ങൾ, ഇത് വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അബു ചില സന്ദർഭങ്ങളിൽ ഈ അന്ന ചിലപ്പോൾ മക്കളുടെ അടുക്കൽ പോകും, അന്നയും മക്കളുടെ അടുക്കൽ പോകുന്നുണ്ടെങ്കിൽ അബു തന്നെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭക്ഷണമുണ്ടാക്കും, കോഴിയെ നോക്കും, പശുവിനെ നോക്കും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, അത്യാവശ്യം കൃഷികാര്യങ്ങളെല്ലാം ചെയ്യും. എല്ലാ വീട്ടിലെ കാര്യങ്ങളും ചെയ്യുവാനുള്ള ആരോഗ്യം ഇപ്പോഴുമുണ്ട്. 120 വയസ്സുള്ള വ്യക്തിക്ക് ഇപ്പോഴും തനിയെ വീട്ടിൽ ആഹാരം പാകം ചെയ്യാനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ആരോഗ്യം വലിയവനാകുന്ന ദൈവം കൊടുത്തിരിക്കുന്നു. അത്ഭുതകരമായിരിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സോ അബു വിൽ പ്രേ अबू हो गए kajo nam alok ke or ask him whether he has to say something abu more. go se dok mai nga jose sados yoni nyoj buriya अबू जो बोला है उसका तो बोलने के लिए बहुत है, लेकिन कंप्लीट नहीं होगा बोल रहे हैं। बहुत कुछ है बोलने के लिए, लेकिन टाइम जो नहीं जुड़ेगा ऐसे बोला है। टाइम बहुत टाइम चाहिए और एक बुक लिखने के लिए we will come again to write a book to take all his stories. This is video, so we have time limit, but we will come for book writing, so the old stories and other things we can collect it from him if God gives him long life. अब उसी में बिका मैं वीडियो पा अलग से न अलग कैसे वीडियो में मतलब सी वीडियो से लिमिटेड पाए, लेकिन मी लग आराम हाथा दिन की सोरे टाइम जीवा इन लोग का इन नाम सीमा आपको बोलो कम लग किताब ही तन कर नो गुना नॉलेज हम ना लाइल किताब ही लिंग मक सिंगल वीडियो से लिमिटेड टाइम पाए होगा मुले सो क्या प्रोग्राम हम आपको तन कर तो मुल आराम लग नाम लग अन्य जात तो क्वेश्चन तेता हाथन का तेला यो किताब ही लिंग बकत ना ओ ही तो मैं सीजा ये ही सो नाम काल नो तो नंग टेस्टिमनी हम तेल तो लाइफ हिस्ट्री हम ये ही तेल दन होन्या तक पार्टना मत कल नम भी तो So you are the son, ho patam to you are the grandson, oh, your father, o nga ko re patam to my father is his son. Yes, your father's name namam tanang Tania. Ni nga so nam sa kaldo we so ni Very sick. mengjang so sa kalay Sali. malangam isora mengjang rimu do lam partnamu to godola alo iye ni so sam kaldo do no kaldo nya bunyi turape malanga isora mengjang to ke hel partnamu to godola si kaldo dola na gyona mam tel do nya dola माँ प्रार्थना करता है, माँ पहले माँ tell her to pray. annam partna mo chento kada mala Praise the Lord, hallelujah, Jisu, paya chopadon punbo isore no nyaku pingkolo alulo kiam sakabu alulo kia dobabu ribabu isore no pa no jatang pagang dagang soga lungchang da dia nesing na mga tapum yarok pataku bunga lungkia na punama pa nam paya chopadon patul si jagnyo cho Jisu nam segyang dun soga hallelujah video manam sam haye nye Jisu sachang nyo dogang dagang so kal tel do dune tel do nya bu ni turap sam hajang haralo no dri iya jale pavitro atma nge buluge Dumpo punyo hage do Jisu no bunuri ge ni kano sakay ge baka malang mangla modwe chingla modwe dari iya jale hage do apte tamsar apte gyosal kilu mori ge nyo dilo iye ni angnuri no nyo kumabe mangnang rinang kumate nang kalang kumado pa kune so ge video sam kalai kula malang am Jisu nga jatangam tepa mo ge ni ka jatanga kapa mo ge ni ka iye ge imi area pe ashala inter kanye mangdil sakul do pane Jisu nga bulam ka sarsongam anyangam hingpam kapala sang ge ni baka solug mo soga Jisu no kusanya ge gangda gang soga hidgo uinyara pane sangal do pikula Jisu ni kapalai kul hidgo hing panyerla hidgo family nge sangal do pakune emi area pe nyatinyaram sangal do pane hoga Jisu nga sijeg mo soga gyonam sam tela ikula malangam gangda soga halelia kilu mori ge chungki barang alo chingkuma we kilu mori ge bihavi akube kilu mori mangpa kuma tepa kuma bu nitrape Jisu no sije nyoso tepa gudula malangam
Jisuno haleluya jatang anyange hajang haralo hagedula na dari iya jale malanga tamserla na pavitro atma nge gangda gangcho na emegul angnika no jatang hava ganyika rivani ka na sargo rajam koi modum Jisuno bunurito dari iya jale lamtanga koi modum na lapangatem koi modum Jisuno bunurito na garila manam do mapaku lungchang dadi pagu enari na mena gyo na mapaku nyaku ga mangjuri jana jina mapaku mangla kumadon bunyi turapam tela kumadon ba solu mojoge tepalai kula buluge mi erepam kam sersongam anyangam kapala sangdom du Jisunga no bunuri jigan baka sakar yang jigan baka nama lorela hugmalangam no bunuri yajitan bo sakar yang jitan bo mangjang nam sam pavitra atma dare ba Jisu nyamin kodun. Amen, amen, amen. That was a very powerful prayer. Amen. അന്നയുടെ പ്രാർത്ഥന വളരെ ശക്തിയേറിയ ഒരു പ്രാർത്ഥനയായിരുന്നു, ആത്മനിറവിലുള്ള പ്രാർത്ഥനയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന്ന പ്രാർത്ഥിച്ചിരിക്കുന്നു. നിങ്ങളത് വിശ്വാസത്താൽ, ഭാഷ അറിയത്തില്ലെങ്കിലും വിശ്വാസത്താൽ നിങ്ങൾ ആ പ്രാർത്ഥന സ്വീകരിക്കുകയാണെങ്കിൽ അനേക മേഖലകളിൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കും. അബുൻ 2 വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അബു No kami cakap gamnya bagamat. So 세땅여동암 돈타크람 아버지래 부파 세땅여동아 돈타크라 부초필 소롱창 다디암 부피쿨 냐ቋම් 빌링파 빌링리코니 로히파르니 냐ቋ 뭉샤야 나리니리야 나리토쿨 아버지래 예수니 냐ቋ레 사카도 빌링파 빌링리코니 아버지 예수 다뇽도 뼈빙툴라 다포죠 돌아 칼바리 다포테 테 냐ቋම් 시령파 우연히더파 호돌로 그디 오랑 시피쿨 그디 돌아 아유 그디 오랑 돌아 알롬 아유 음도쿨 그디 따치네 아버지 절 때까지 되는라. 아멘. 할렐루야. 감 멍장부에 감 멍장부에 노야가 오 아버지 절 때까지 대필 바이빌 히피 바이 호가 제구대베 아버지 손이 멍장부에 라베 멍정리니 미리니 대정네 라 아치알레도 오고 상암기가 말도 자꼬리아지도 셔빙이리까지도 부룩이리까지도 성무기 아번 다음에 성무기도 오가베 저제 냐괴 비치마자 가나봉에 비하도 아멘. 할렐루야. 할렐루야 가야 마자 가니 가야도 요롱때 야마 대야도 알아거리 야마 야도 요시아도 쫑거리도 오암 니 호마마 이부도마 말랑 호마모 니마파 지후노 노모탄 불링 버노 호마모 버노 호마모 돌라 제제 나ቋම් 에클롬바레 타람 나밤 타람 오도 일롬바레 나밤 타능 오티니 일롬바레 나밤 공테 오차리 일롬바레 나밤 비다 오 ಲಗಲಗಬೆ 나밤 비다 ಲಗಬೆ 오 또냐고 나밤 바다 나밤 바다 나밤 아마 나밤 바강 또 필라 제제 나밤 지본 나밤 까모 오 구에 클레판 아ቋම් 비머 비엠 비치 비아 비마 야롱 싱 비파마 템테도 로아바타 아샤 까마 알아냐 비기돌 알아 미라고돌 오냐봉암 까ቋම් 감 아차야 지금 좀 착림마 비머타야마 ku tamli kaking kuam nyagangam rak melanga kato sakore rajito nam ngo sagyang grine aram so tungungam ngo tari no dapat tamu tobaka sakore lo kutobaka oni acaya mo mabaka elbitarin nam ngo sagyang grine tar buji huna aming grine bo. Amen. Hallelujah. 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 So thank you so much. It was a great time with Abu. बहुत धन्यवाद. Hallelujah. Hallelujah. Payalencho. Thank you so much. ഈ പ്രത്യേക എപ്പിസോഡ് ഇത് വളരെ രസാവഹവും അത്ഭുതകരവും ചിലപ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാൻ കഴിയും വിചിത്രവുമെന്ന് തോന്നുന്ന മനോഹരമാകുന്ന ഒരു എപ്പിസോഡാണ്. ഇത് കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഇത് തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര നിമിഷമെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇതൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഈ പിതാവിനെ കണ്ടുമുട്ടുവാനും പിതാവിനോട് കൂടെ സമയം ചിലവഴിക്കുവാനും ഇപ്പോൾ അവസരം ലഭിച്ചത് ഇതൊരു ഹിസ്റ്റോറിക് മൊമെൻ്റാണ്.
അത്ഭുതകരമാകുന്നു. മറ്റുള്ളവരുമായിട്ട് ഇത് പങ്കുവയ്ക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.